വി എസിനെ വിശേഷിപ്പിച്ചിരുന്നത് പരാജയങ്ങൾ ഭക്ഷിച്ചു വളർന്ന നേതാവ് എന്നാണ്. തിരിച്ചടികളാണ് വി എസ് എന്ന ജനകീയ നേതാവിനെ ശക്തനാക്കിയത്. CPM നേതൃത്വം വി എസിനെതിരെ നിന്നപ്പോഴും ജനങ്ങൾ വി എസിനൊപ്പം നിന്നു. വി എസിന് വേണ്ടി സാധാരണ പ്രവർത്തകർ തെരുവിലിറങ്ങി. കേഡർ പാർട്ടിയായ CPM പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം പോലും ജനങ്ങൾ തിരുത്തിച്ചു. വി എസിന് വേണ്ടി. വി എസ് എന്ന വയോധികനെ കാണാനും കേൾക്കാനും യുവതലമുറ ഒഴുകിയെത്തി. ഇതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കാണാൻ കഴിയുന്നത്. ഒരൊറ്റ വ്യത്യാസം മാത്രം. വി എസിന് പകരം ഇപ്പോൾ വി ഡി സതീശൻ. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഡിയുടെ പ്രകടനത്തെ ആരും കുറ്റം പറയില്ല. കൃത്യവും വ്യക്തവുമായ നിലപാടുകളിലൂടെ ഇടപെടലുകളിലൂടെ ഡി സതീശൻ ജനകീയ നേതാവായി ഉയർന്നു വന്നു. വി എസിനെ പോലെ. വി എസ് എന്ന CPM നേതാവിനേക്കാൾ ജനങ്ങൾ ഇഷ്ടപ്പെട്ടത്, അംഗീകരിച്ചത് വി എസ് എന്ന പ്രതിപക്ഷ നേതാവിനെയാണ്. ഇതേ വഴിയിലൂടെയാണ് ഡിയും കടന്നു വരുന്നത്. വമ്പൻ ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ് ഡി സതീശൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ ജീവിതം. KSU, യൂത്ത് കോൺഗ്രസ്, KPCC പ്രസിഡന്റ് പദവികൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് മന്ത്രിസ്ഥാനം കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായി. രമേശ് ചെന്നിത്തലയ്ക്കും VM സുധീരനും ശേഷം MM ഹസനാണ് KPCC പ്രസിഡന്റായത്. പിന്നീട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റായി. മുല്ലപ്പള്ളിക്ക് ശേഷം ഡിയെ KPCC പ്രസിഡന്റ് ആക്കുമെന്ന് പ്രതീക്ഷിച്ചു. എന്നിട്ടും K സുധാകരനാണ് KPCC പ്രസിഡന്റായത്. 2021 ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും മറികടന്നാണ് ഡി സതീശനെ ഹൈക്കമാൻഡ് പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത്. ഹൈക്കമാൻഡിന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. ശക്തനായ പ്രതിപക്ഷ നേതാവായി ഡി സതീശൻ മാറി. സഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടു. 2026 തെരഞ്ഞെടുപ്പിന് മുൻപ് UDFൽ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് ഡി സതീശൻ പറഞ്ഞു. പിന്നീട് കേരളം കണ്ടത് ആ വിസ്മയങ്ങൾ ഓരോന്നായി സംഭവിക്കുന്നതാണ്. അമ്പലപ്പുഴയിൽ CPMന്റെ മുതിർന്ന നേതാവ് G സുധാകരൻ കോൺഗ്രസ് പിന്തുണയിൽ വിജയിച്ചു. പയ്യന്നൂരിൽ CPM വിമതൻ V കുഞ്ഞികൃഷ്ണൻ വിജയിച്ചു. 5 വർഷവും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വിജയങ്ങളുടെ തുടർച്ച തന്നെ ഡിക്കുണ്ടായി. നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഡി തുടർന്നു. ലൈംഗിക പീഡന കേസിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി പാർട്ടിയുടെ മാനം രക്ഷിച്ചത് ഡി സതീശന്റെ കർശന നിലപാട് കൊണ്ട് മാത്രമായിരുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ ഡിക്കെതിരെ ഉയർന്ന മുറുമുറുപ്പുകളെ ഡി അവഗണിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100 സീറ്റുകളിലധികം നേടുമെന്ന് ഡി സതീശൻ പ്രഖ്യാപിച്ചു. ഇല്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന അമ്പരപ്പിക്കുന്ന പ്രഖ്യാപനവും ഡി നടത്തി. പിന്നീട് തന്റെ ഈ നിലപാട് ഡി ആവർത്തിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിലേറെ തിളക്കമുള്ള വിജയം ടീം UDF സ്വന്തമാക്കുകയും ചെയ്തു. കോൺഗ്രസിനും UDFനും തിളക്കമുള്ള വിജയം സമ്മാനിച്ചതിന്റെ മുഖ്യ പങ്ക് ഡിക്ക് അവകാശപ്പെട്ടതാണ്. ഡി മുഖ്യമന്ത്രിയാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരും മുൻപ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചരടുവലി തുടങ്ങിയിരുന്നു. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കൂടിയെത്തിയതോടെ മത്സരം കൊഴുത്തു. UDF വൻ വിജയം കൊയ്തതോടെ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള മത്സരം അതിരൂക്ഷമായി. MLA-മാരുടെ പിന്തുണ KCക്കും പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ ഡിക്കുമാണ്. KCയാണ് കേരളത്തിലെ ഹൈക്കമാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. രാഹുലുമായി ഏറ്റവും അടുപ്പമുള്ള നേതാക്കളിൽ ഒരാൾ. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി മോഹം KCയുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. MP-മാരായ K സുധാകരനും അടൂർ പ്രകാശും ഒക്കെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിച്ചു. KCക്കും ഉണ്ടായിരുന്നു ഈ ആഗ്രഹം. എന്നാൽ MP-മാരുടെ ഈ അത്യാഗ്രഹത്തെ വെട്ടിമാറ്റിയത് ഡിയുടെ കർക്കശ നിലപാട് കൊണ്ട് തന്നെയാണ്. ഇതിന്റെ അമർഷം ഇവർക്കുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് രാഷ്ട്രീയം എപ്പോഴും കരുത്തനായ നേതാവിന് ചുറ്റും കറങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് KCക്കൊപ്പം പാർട്ടി നിൽക്കുന്നതും സാധാരണ പാർട്ടി പ്രവർത്തകർ ഡിക്കൊപ്പം നിൽക്കുന്നതും. മുഖ്യമന്ത്രി പദത്തിൽ ഡി എത്തുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. അതോ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടുമോ?